സിഹറിനെ ഇമാം റാസി റളിയല്ലാഹു അൻഹു എല്ലാ വിഷയത്തിലും വിജ്ഞാനത്തിൻ്റെ കൊടുമുടിയിലെത്തിയ മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. അവിടുന്ന് വിശദീകരിക്കുന്നത് സിഹർ 8 വിഭാഗം, 8 വിധത്തിലാണ് ആഭിചാരക്രിയകൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെ ആരാധിച്ചുകൊണ്ട് സിഹർ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആകാശഗോളങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനമുണ്ടെന്ന് അവർക്ക് വിശ്വാസവും അത് മുഖേന പൈശാചികമായ സഹായം കൊണ്ടുള്ള സിഹറാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തത് ആത്മബലവും ഭാവനയും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവർ പൊതുവെ സിഹർ ചെയ്ത് അത് ഫലിക്കുകയും അത് മുഖേന അവരുടെ മനസ്സും പിശാചുമായിട്ടൊരു ബന്ധം, ഒരു സുഹൃത്ത് ബന്ധമായി തീരുകയും അങ്ങനെ സിഹറു അസ്വഹാബുൽ ഔഹാമി വൻ നുഫൂസിൽ ഖവിയ്യ, അത്രയും വലിയ മനഃശക്തി ഉപയോഗിച്ച് സിഹർ ചെയ്യുന്നതും ഇതിൽപ്പെടും. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമായി വേണമെങ്കിൽ നമുക്ക് ഹിപ്നോട്ടിസിനെയൊക്കെ പെടുത്താൻ പറ്റും. അത് നല്ല രീതിക്ക് ഉപയോഗിക്കുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ഇത്തരം മോശമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഇതും അതിൻ്റെ ഒരു പരിധിയിൽ വരും. മൂന്നാമത്തേത് ഈ ഭൂമിയിലുള്ള ജിന്നുകളുടെ സഹായം തേടുന്നതാണ്. ഇപ്പോൾ ജിന്നുകളെയും പിശാചുക്കളെയും നേരിട്ട് വിളിച്ചു വരുത്തി ആ ജിന്നുകൾക്കും പിശാചുകൾക്കും അവർ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അവർ ഇവരുടെ സഹായികളായി തീരുകയും ചെയ്യുന്ന വിധത്തിൽ ആകുന്നതാണ്. അങ്ങനെ സിഹർ ചെയ്യുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തഖീലാത്ത് വൽ അഖ്ദ് ബിൽ ഉയൂൻ എന്ന് പറഞ്ഞാൽ കൺകെട്ടും ചടുലതയും വളരെ വേഗത്തിലുള്ള ചലനങ്ങളിലൂടെ കാഴ്ചക്കാരെ കബളിപ്പിക്കുന്നത്. ഇതിനെ പൊതുവെ കൺകെട്ട് എന്നാണ് പറയുക. നമ്മൾ മാജിക് എന്നൊക്കെ പൊതുവെ ഇക്കാലത്ത് ഉപയോഗിക്കുന്ന മാജിക്കുകൾ, ഇതും സിഹറിൻ്റെ ഒരു വിഭാഗമാണ്. അത് പിന്നെ ഭൂരിഭാഗവും നിത്യമായ പരിശീലനത്തിലൂടെയും പ്രാക്ടീസിലൂടെയും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിലും അത് ഹറാമാണ്. അതിനു പുറമെ പൈശാചികമായ ചില സഹായങ്ങളോടെ മജീഷ്യന്മാരെ പോലും അമ്പരിപ്പിക്കുന്ന വിധത്തിൽ, മാജിക് എന്ന വിധത്തിൽ ചിലർ ചെയ്യാറുണ്ട്. അപ്പോൾ അതും സിഹറിൻ്റെ ഇനത്തിലാണ് ഇമാമിങ്ങൾ പെടുത്തിയത്. അഞ്ചാമത്തത് യന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടുള്ളത് എന്ന്. അങ്ങനെയാണ് അഞ്ചാമത്തെ വിഭാഗം അൽ അഅ്മാലുൽ അജീബ അല്ലത്തി തദ്ഹറു മിൻ തർക്കീബിൽ ആലാത്തിൽ മീക്കാനിയത്തി എന്ന് പറഞ്ഞാൽ ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നതും അതും സിഹറിൻ്റെ ഇനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പെടുത്തിയിട്ടുണ്ട്. ആറാമത്തത് മരുന്നുകളും എണ്ണകളുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അൽ ഇസ്തിആനത്തു ബി ഖവാസിൽ അദ്വിയത്തി യഅനി ഫിൽ അത്ഇമത്തി വദ്ദുഹാനാത്തി, എണ്ണകൾ അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, ഇതിലൊക്കെ മന്ത്രങ്ങളും മറ്റും ജപിച്ച് അത് ഉദ്ദേശിക്കപ്പെടുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് കടത്തുക. അതിൻ്റെ ഒരു വിഭാഗമായിട്ട് നമ്മൾ കൈവിഷം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഭക്ഷണത്തിലോ എണ്ണയിലോ ഒക്കെ ചില പ്രത്യേക മന്ത്രങ്ങളും ദ്രവ്യങ്ങളും ഒക്കെ ചേർത്ത് അത് നൽകുമ്പോൾ ബുദ്ധിക്കും ശരീരത്തിനുമൊക്കെ കോട്ടങ്ങൾ വരും. അങ്ങനെ അതിനുവേണ്ടി ചെയ്യുന്നതാണ് ആറാമത്തത്. ഏഴാമത്തത് മനസ്സിനെ വശീകരിക്കുന്നതാണ്. അതെങ്ങനെയാണ്? തനിക്ക് ഇസ്മുൽ അഅ്ലം അറിയാം എന്ന് അവകാശപ്പെട്ട്, എന്ന് പറഞ്ഞാൽ ആള് സാഹിറാണ്,
സിഹർ ചെയ്യുന്നയാളാണ്. പക്ഷെ അയാൾ വാദിക്കുന്നത് അയാൾ ഇസ്മുൽ ആദം കൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇസ്മുകൾ കൊണ്ടുള്ള ചികിത്സകനാണ്. സാധാരണ സിഹർ ഏറ്റവരെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ട് ചികിത്സിക്കാറുണ്ടല്ലോ നമ്മൾ തങ്ങന്മാരും ഉസ്താദന്മാരും. താൻ ആ വകുപ്പിൽപ്പെട്ടയാളാണ് എന്ന് വരുത്തി തീർത്ത് പച്ചയായി സിഹർ ചെയ്യുന്നയാളുകൾ, അതാണ് ഏഴാമത്തെ വിഭാഗം. അപ്പോൾ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരു പക്ഷേ നല്ലവരുടെ രീതിയും ഭാവവും ഒക്കെ ആയിരിക്കും. പക്ഷെ അവർ പറയുന്നതും ഖുർആനും ആയത്തും ഹദീസും ഒക്കെ ഓതി ചെയ്യുന്നു എന്നായിരിക്കും. പക്ഷെ ചെയ്യുന്നത് സിഹറായിരിക്കും. എട്ടാമത്തത് ഏഷണിയും നുണപ്രചാരണവും കൊണ്ട് മനുഷ്യർക്കിടയിൽ ഇണക്കവും പിണക്കവും ഉണ്ടാക്കുന്നത്. അതിനെയും സിഹറിൻ്റെ ഇനത്തിലാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ നാവേറ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ കണ്ണേറ് എന്നും പറയാറുണ്ട്, അതുപോലെ നാവേറ് എന്നും പറയാറുണ്ട്. ഈ നാവേറ് അതികഠിനമായ ഏഷണിയും നുണപ്രചാരണവും അതിങ്ങനെ ആയിത്തീരണം എന്ന വിധത്തിൽ പറഞ്ഞു പരത്തി അതിലൂടെ ജനങ്ങൾക്കിടയിൽ, ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും, ആ ഭാര്യയും ഭർത്താവിനെയും പിരിക്കുന്നതിനെയാണ് സിഹർ എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിഭജനം, അവരെ തമ്മിൽ തെറ്റിക്കുക. ഇത് പൈശാചികമായ മന്ത്രങ്ങളും മറ്റും ചെയ്തുകൊണ്ട് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ പൈശാചികമായ സിഹർ എന്ന് പറയും. എന്നാൽ അതല്ലാതെ നാവുകൊണ്ട് തന്നെ ഭാര്യയോട് ഭർത്താവിനെക്കുറിച്ച് മോശമായ രീതിയിൽ പറയുകയും പറഞ്ഞ് പരത്തുകയും, അതുപോലെ ഭർത്താവിനോട് ഭാര്യയെക്കുറിച്ച് മോശമായ നിലയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്കിടയിൽ പരസ്പരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മനസ്സിൽ വെക്കുകയും അത് പിന്നീട് വളർന്ന് അവർ പിരിയുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഏഷണിയും പരദൂഷണവും, അതിനെയും സിഹറിൻ്റെ ഇനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം ഇപ്പറഞ്ഞ എല്ലാ വിഭാഗങ്ങളിലും പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പോൾ അവസാനം പറഞ്ഞ ഏഷണി പരദൂഷണമായാലും പിശാചിൻ്റെ സാന്നിധ്യത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ പറയുന്നതും വർത്തമാനങ്ങൾ പറയുന്നതും അവരെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നതും. അങ്ങനെ ഈ 8 വിഭാഗമായിട്ടാണ് സിഹറിൻ്റെ ഇനത്തിനെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. സൂറത്തുൽ ബഖറയുടെ വിശദീകരണത്തിനാണ് മഹാനവറുകൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഇത് വിശദീകരിച്ചത്, 102-ാം ആയത്തിൻ്റെ വിശദീകരണത്തിൽ.